ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ്. പാസ്ത നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. വൈറ്റ് സോസ് പാസ്ത ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ക്രീമി സോസായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പല ഷേപ്പിലുള്ള പാസ്തകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനിവിടെ ഇതുപോലെയുള്ള പെന്നെ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ എടുത്തു വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാസ്ത എത്ര സമയം വേവിക്കണമെന്ന് നമ്മൾ വാങ്ങുന്ന പാസ്തയുടെ കവറിൽ തന്നെ ഉണ്ടാകും. ഇതൊരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് മുറിച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നാൽ 2-3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു പകുതി സവാള കൂടി ചേർത്തിട്ട് സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നാൽ മതി, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് മാത്രം ക്യാരറ്റ് കട്ട് ചെയ്തതും 1 പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് മൈദയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ട കെട്ടാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയാൽ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വഴറ്റിയിട്ട് മാറ്റി വെച്ച പച്ചക്കറികളും വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.